ഗോൾ പോസ്റ്റ് ഒക്കെ കാണുന്നുണ്ടല്ലോ, ഗോൾ അടിക്കാനാണ്? ഗോൾ അടിക്കാനും ഫുട്ബോൾ കളിക്കാനും ഒന്നുമല്ല, ഇതൊരു മണ്ഡലത്തെക്കുറിച്ചുള്ള ഒരു സൂചനയാണ്. മലപ്പുറം ആയിരിക്കും സ്വാഭാവികമായിട്ടും. കാൽപന്തിന്റെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണല്ലോ മലപ്പുറം. ഉറപ്പായിട്ടും മലപ്പുറമാണ്. പക്ഷേ നമ്മൾ നേരത്തെ ബ്രേക്കിന് മുമ്പ് പറഞ്ഞത് ഇനി അതിശക്തമായ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങൾ എന്നാണ് പറഞ്ഞത്. മലപ്പുറത്ത് അത്ര വലിയ പോരാട്ടമൊന്നുമില്ലല്ലോ. ഇല്ല, പരമ്പരാഗതമായി തന്നെ അങ്ങനെ ഒരു പോരാട്ടം മലപ്പുറത്ത് നടക്കാറില്ല. മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് അവരുടെ പൊന്നാപുരം കോട്ടയാണ് മലപ്പുറം. അവിടെ ഇടതുമുന്നണി അവരുടെ യുവ നേതാക്കളെ ഒക്കെ നിയോഗിച്ചൊരു രാഷ്ട്രീയ പോരാട്ടത്തിന് ശ്രമിക്കാറുണ്ട്. ഈ തവണത്തെ നിയോഗം വി വസീഫിനാണ് എന്നുള്ളതിനപ്പുറത്ത് ഏതെങ്കിലും തരത്തിൽ റിസൾട്ട് ചെറിയ തോതിലെങ്കിലും മാറാനുള്ള സാധ്യതയില്ല. എനിക്ക് ഇത്തവണ മലപ്പുറം എനിക്ക് ഒരു കൗതുകം ഉണ്ടാക്കിയത് ഇ.ടി. മുഹമ്മദ് ബഷീർ പൊന്നാനിയിൽ നിന്ന് മലപ്പുറത്തേക്ക് വന്നു എന്നുള്ളതാണ്. അതായത് പൊന്നാനിയേക്കാൾ സേഫ് ആയിട്ടുള്ള സീറ്റാണ് മലപ്പുറം. കാരണം മലപ്പുറത്തെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളും ലീഗിനൊപ്പമാണ്. കഴിഞ്ഞ തവണ ഇടത് തരംഗം ആഞ്ഞടിച്ച നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും മലപ്പുറം മണ്ഡലത്തിലെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളും ലീഗിന്റെ ഒപ്പമാണ്. അപ്പോൾ ഇ.ടി. മുഹമ്മദ് ബഷീറിന് അധികം ഒന്നും ഓടാതെ എന്ന് പറഞ്ഞാൽ അധികം കഷ്ടപ്പെടാതെ അനായാസം ജയിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ നാട് എന്നുള്ള ഒരു കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട്. അനായാസം ജയിക്കാൻ വേണ്ടിയിട്ടാണ് മലപ്പുറത്തേക്ക് പോയത് എന്നുള്ളതേ ഉള്ളൂ. അതിനപ്പുറത്ത് കാര്യമായി ഒന്നും മലപ്പുറത്ത് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോ മലപ്പുറത്ത് ഈ തവണ എങ്ങനെയാണ് കാര്യങ്ങൾ എന്ന് നമുക്ക് ഇപ്പൊ തന്നെ നോക്കിക്കളയാം. യെസ്, മലപ്പുറം യാതൊരു തരത്തിലുള്ള അത്ഭുതവും അവശേഷിപ്പിക്കുന്നില്ല. 54% ഇ.ടി. മുഹമ്മദ് ബഷീർ, 31% വി വസീഫ്, 12% എം അബ്ദുൽ സലാം, ബിജെപിയുടെ ഒരേ ഒരു മുസ്ലിം സ്ഥാനാർത്ഥി. 12% വോട്ട് അദ്ദേഹം അവിടെ നേടുന്നുണ്ട്. യെസ്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം, മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് 50, 54, 55% പരമ്പരാഗതമായി അവർക്ക് അവിടെ ഉള്ള വോട്ടാണ്. അതിൽ യാതൊരു തരത്തിലുള്ള മാറ്റമോ കുറവോ സംഭവിക്കുന്നില്ല. അല്ല, നേരത്തെ അഭിലാഷ് ഒരു കാര്യം പറഞ്ഞില്ലേ, വസീഫ് എന്തെങ്കിലും തരത്തിൽ LDFന്റെ നില മെച്ചപ്പെടുത്തുന്നുണ്ടോ എന്നുള്ളത്. കഴിഞ്ഞ തവണ വലിയ വ്യത്യാസമുണ്ടായിരുന്നു. ഏതാണ്ട് 15% ഡിഫറൻസ് ഉണ്ടായിരുന്നു. ഇത് അല്പം ഒന്ന് കുറച്ച് 13% ഡിഫറൻസ് ആയിട്ട് കുറച്ചിട്ടുണ്ട്. അവിടെ നോക്കൂ, ബിജെപിയുടെ വോട്ട് വിഹിതം ചെറുതായി വർദ്ധിച്ചിട്ടുണ്ട്. 4% കൂടിയിട്ടുണ്ട്. 4% കൂടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു എം അബ്ദുൽ സലാം മുസ്ലിം ലീഗ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി VC ആയി നിയോഗിച്ച ആളാണ്. അദ്ദേഹം VC ഒക്കെ ആയി ലീഗിന്റെ നോമിനിയായി VC ആയ ആളാണ്. അദ്ദേഹം ഇപ്പോൾ BJP-യിലാണ്. നമുക്കറിയാം, പ്രധാനമന്ത്രി വണ്ടിയിൽ കയറ്റിയില്ല എന്നൊക്കെയുള്ള ചെറിയ പരാതിയൊക്കെ വന്നെങ്കിലും BJP-ക്ക് വേണ്ടി വോട്ട് കൂടുതൽ പിടിക്കാൻ കഴിയുന്നുണ്ട് എന്നാണ് അഭിപ്രായ സർവേ ഫലം തെളിയുന്നത്. അതെ, കഴിഞ്ഞ തവണത്തെക്കാൾ കുറച്ചുകൂടി വോട്ട് അബ്ദുൽ സലാം പിടിക്കുന്നത്. എന്തായാലും മലപ്പുറത്ത് വലിയ ഭൂരിപക്ഷത്തിന് ഇ.ടി. മുഹമ്മദ് ബഷീർ വമ്പിച്ച ഭൂരിപക്ഷത്തിന് വിജയിക്കാൻ പോവുകയാണ് എന്നാണ് പി മാർക്കിന്റെ ഒപ്പീനിയൻ പോൾ പറയുന്നത്.